ഫാമിലി റൗണ്ടിൽ ബാംഗ്ലൂർ മല്ലൂസ് എന്ത് പെർഫോമൻസ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞങ്ങളൊരു ഫാമിലി ഡാൻസ് ആണ് ചെയ്യുന്നത്. ഫാമിലി ഡാൻസ്. അതെ, ഓക്കെ. അത് ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന പാട്ടിനുള്ള പാട്ടിന്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു അടിപൊളി ഡാൻസ്. തീർച്ചയായിട്ടും. യെസ്. അപ്പം വെൽക്കം. താങ്ക് യു. അച്ഛമ്മ, നാളെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്തത്? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത്. അച്ഛന്റെ ഗ്ലാമർ കണ്ടപ്പോ ടപ്പേ അമ്മ വീണുപോയി. ഓ, സത്യമാണോ അമ്മേ? നിങ്ങൾ എങ്ങനെയാണ് ലവ് ചെയ്തത്? അത് അച്ഛൻ പറയും. നിങ്ങൾ പോയേ അതൊക്കെ പിന്നെ പറയാം. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. എങ്കിൽ ആദ്യം പ്രപ്പോസ് ചെയ്തത് ആരാണെങ്കിലും പറ. ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. മേഘപ്പഴുതുകൊണ്ട് മനത്തിൽ കോട്ടയ്ക്കിട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും. ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. വല്ലിമേൽ നിറ തിങ്കളാം തിരിവയ്ക്കണം. ഓ കാവേരി തെന്നലായി പൂവണം കൊങ്ങണം മാനത്തെ കൂട്ടിലാകെ. കുഞ്ഞിക്കൊമ്പിലിരുന്നൊന്നിച്ചൊന്ന് പറക്കാം. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. മണിമാരനായി നിന്മാരിൽ ഞാൻ കുറിച്ചാട്ടണം. ആട്ടോറും നീറ്റിലെ മീന് പോൽ തുള്ളണം അമ്മാനെ കുഞ്ഞുവാവേ. കുഞ്ഞിക്കൊമ്പിലിരുന്നൊന്നിച്ചൊന്ന് പറക്കാം. മാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. മേഘപ്പഴുതുകൊണ്ട് മനത്തിൽ കോട്ടയ്ക്കിട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും. Love is an adventure and every moment of it is a treasure. ടീം ബാംഗ്ലൂർ മല്ലൂസ് അടിപൊളി.
ഒരു ഡാൻസ് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും കാണാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ നല്ലൊരു ഫാമിലി ഡാൻസ് കണ്ട ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. അതെ അതെ എങ്ങനെയുണ്ടായിരുന്നു മിയ? കലക്കി കലക്കി Thank you. ടീം അച്ഛനും അമ്മയും 2 മക്കളും കൂടെ കലക്കി. ഇതിപ്പോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുവേ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്നു. അത് നല്ല ഓളമുള്ള പാട്ടാണല്ലോ. അത് നിങ്ങളിങ്ങനെ ഒരു പ്ലേ ആയിട്ട് അവിടെ കട്ടിലിൽ പോയിരിക്കുന്നു, അങ്ങനെ ഇങ്ങനെ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് അച്ഛനും മക്കളും തമ്മിലുള്ള ആ ഒരു സന്തോഷവും ആ ഒരു ബോണ്ടും കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ എന്താ കുറുമ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതായത് കാരണം നമ്മുടെ ഈ ഒരു ഫാമിലി ഷോയ്ക്ക് പറ്റിയ ഒരു ഡാൻസ് പെർഫോമൻസ് ആയിട്ട് തോന്നി. നല്ല രസമുണ്ടായിരുന്നു. Thank you. പൊതുവെ എങ്ങനെയാ നിങ്ങൾ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോ ഇതുപോലെ പാട്ട് ഡാൻസ് ഒക്കെ ആയിട്ടാണോ അടിച്ചു പൊളിക്കുന്നത്? അങ്ങനെ ഡാൻസ് ആയിട്ടില്ല, പക്ഷെ അവര് ഞാൻ ഡാൻസ് ഇത്തിരി വീക്കാണ്. അവര് 3 പേരും നന്നായിട്ട് കളിക്കും. പക്ഷെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാനും ജോയിൻ ചെയ്യും. വീട്ടിലൊക്കെ നടക്കുമ്പോ അതെ, join ന്യൂ ഇയറിനും അല്ലെങ്കിൽ ആനിവേഴ്സറി ഇതൊക്കെ വരുമ്പോഴും അടിച്ചുപൊളി ഡാൻസ് ചെയ്യും. പിന്നെ അവിടെ ആരും കാണാനില്ലല്ലോ, ചെയ്യാലോ. അല്ല, ഇതാണെങ്കിലും അങ്ങനെ ചുമ്മാ ഒന്ന് പേരിന് വന്ന് സപ്പോർട്ട് ചെയ്തതല്ല. ആൾ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ബുക്ക് വായിക്കാൻ പോയി, ഇടയ്ക്കൊന്ന് കട്ടിലിൽ പോയി റെസ്റ്റ് എടുത്തു. തന്ത്രപൂർവ്വം ചെയ്തതാണ്. തന്ത്രപൂർവ്വം അത് ചെയ്താണ്. കൊറിയോഗ്രാഫിയിലൂടെ അതെ അതെ അതെ. പക്ഷെ ആ ഇതിൽ പറഞ്ഞ നമ്മുടെ ഡാൻസിന് മുമ്പ് ഒരു ഡയലോഗ് പറഞ്ഞല്ലോ, അതായത് അച്ഛന്റെ ഗ്ലാമർ കണ്ടിട്ടാണ് അമ്മ വീണെന്നൊക്കെ പറഞ്ഞല്ലോ. അത് സത്യമാണോ ചേച്ചി? ആക്ച്വലി കോളേജിൽ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ എന്റെ ബോസ് ആയിരുന്നു. ഇപ്പൊ വീട്ടിലെ ബോസ് ഞാനായി. പക്ഷെ ചേട്ടന് ഇന്ന് ഇത്ര ഗ്ലാമർ ആണെങ്കിൽ അന്ന് എത്ര ഗ്ലാമർ ആണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ട് ആ ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു ഒന്ന് പറയൂ. 2006 നടന്നതാണ്. 1 വർഷം ഉണ്ടായിരുന്നുള്ളൂ. 2007 തന്നെ കല്യാണമായി. 1 വർഷം പ്രേമിച്ചുള്ളൂ. 1 വർഷമേ ഉള്ളൂ. എല്ലാം പെട്ടെന്ന് നടന്നു. കോളേജിൽ നിന്ന് മീറ്റ് ചെയ്തു. കോളേജിൽ വന്നതായിരുന്നു. അങ്ങനെ കണ്ടു. അപ്പം അങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ട്രിവാൻഡ്രം ആണ്, ഇവര് കണ്ണൂരുമാണ്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് എനിക്ക് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഞാൻ കല്യാണം ആലോചിച്ച് നടക്കുന്ന സമയമായിരുന്നു. ഓക്കെ. പിന്നെ കൂടുതൽ അന്വേഷിക്കാതെ എളുപ്പവഴിയിൽ എന്തെങ്കിലും കിട്ടും നോക്കിയപ്പോ ചേട്ടന് അപ്പൊ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെട്ട? ആ ഒരു ബുദ്ധി, ഇന്റലിജൻസ് കണ്ടിട്ടാണോ, സൗന്ദര്യം കണ്ടിട്ടാണോ, സ്മാർട്ട്നെസ്? പെരുമാറ്റമായിരുന്നു ഏറ്റവും. ആ സമയത്ത് നമുക്ക് കൂടുതൽ അറിയത്തില്ലല്ലോ, നമ്മൾ കൂടുതൽ സംസാരിക്കുന്നു. പിന്നെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇന്ററാക്ഷൻ കാര്യങ്ങളുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുക, വീട്ടിലെ അഡ്രസ്സ്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്. അപ്പൊ ഞാൻ ഇന്റർവ്യൂ ഇതൊക്കെ ഉണ്ടോ? ഇന്റർവ്യൂ തന്നെയാണോ? ചേട്ടൻ ഒരു വെടിക്ക് 2 പക്ഷി. അവസരത്തില് അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം മേടിച്ച് പുള്ളി എങ്ങനെ അത് വർക്കാക്കി എടുക്കാന്നാണ് അപ്പോഴേ ചിന്തിച്ചത്. പെൺകുട്ടികളെ കെയർ ചെയ്യണല്ലോ, നമുക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കണല്ലോ. അതൊക്കെ അറിയണ്ടേ? അതെ അതെ അതെ. ആള് ഈ പേര് തന്നെ വെറൈറ്റി ആണ്. അതാണ് ഞങ്ങൾ മാറിപ്പോണത്. എല്ലാരും പറയാറുണ്ട്. അച്ഛന്റെ അമ്മയുടെയും പേര് കമ്പൈൻ ചെയ്തിട്ട് ഇട്ട പേരാണ് ചഞ്ജുഷ എന്ന്. അച്ഛന്റെ പേര് ചന്ദ്രൻ, അമ്മയുടെ പേര് ഉഷ. ചന്ദ്രസേനൻ, ഉഷ കമ്പൈൻ ചെയ്തിട്ട് ചഞ്ജുഷ. ഇതേ പരിപാടി നമുക്കുണ്ട്. എന്റെ പേരൊക്കെ അങ്ങനെ തന്നെയാണ് ഇട്ടത്. എന്റെ ശരിക്കുള്ള പേര് ജിമി എന്നാണല്ലോ, ജിമി ജോർജ് എന്നാണ് അപ്പൊ പേര്. അപ്പോ ജി എന്നുള്ളത് പപ്പയുടെ ജോർജിന്റെ ജിയും, മീ എന്നുള്ളത് മമ്മിയുടെ മിനി എന്നുള്ള പേരിന്റെ മീയുമാണ്. അങ്ങനെ ജോർജിന്റെ ജിയും മിനിയുടെ മീയും കൂടെ വെച്ചിട്ട് ജിമി എന്നാണ് എനിക്ക് പേരിട്ടത്. ചേച്ചിക്ക് ജിനി എന്നാണ് പേര്. അപ്പോ നിങ്ങളുടെ ആ നാട്ടിൽ നിങ്ങൾക്കൊക്കെ ഉണ്ട് ആ ഒരു പരിപാടി അല്ലേ? പേരുകള് അപ്പന്റെ അമ്മയുടെ പേര് മുറിച്ചിട്ട് മക്കൾക്ക് പേരിടുന്ന പരിപാടി. തനിക്ക് എങ്ങനെയാണോ പേര് വന്നത്? ഏത് പേര്? എനിക്ക് കുറെ പേരുണ്ട്. ഏത് പേരിനെ കുറിച്ചാണ്? അതാ വേറെ ആൾക്കാരിട്ടതാ. അല്ല, തന്റെ ശരിക്കുള്ള പേര് പൂജ. പൂജ. സ്വാസിക തമിഴ് ആ ആൾക്കാരിട്ടതാ. അവര് പിന്നെ ചുമ്മാ റാൻഡം ന്യൂമറോളജി നോക്കിയിട്ടു. പൂജ എന്നുള്ളത് എന്റെ അച്ഛന്റെ അമ്മയുടെ പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പേരാണ്. എനിക്ക് തോന്നുന്നു എന്റെ അച്ഛൻ എന്തോ ഒരു സിനിമ കണ്ടപ്പോ, ആ ഹിന്ദി സിനിമ കണ്ടപ്പോ അതെല്ലാം ഇഷ്ടപ്പെട്ട് അങ്ങനെ പൂജ എന്നിട്ടതാ. പൂജ ഭട്ടാണോന്ന് അറിയില്ല, വേറെ എന്തോ ഒരു പൂജ എന്തോ അങ്ങനെ ഇട്ട്. മോളുടെ പേര് ക്ഷണ. ദക്ഷിണ. ക്ഷണ. ക്ഷണ. ഓക്കെ ഓക്കെ. ക്ഷണപത്രത്തിന്റെ ക്ഷണക്കത്ത്. അപ്പൊ ക്ഷണക്കത്തിന്റെ ക്ഷണ ആൻഡ് കരുൺ. കരുൺ. ഓക്കെ. നിങ്ങൾ ഏത് ക്ലാസ്സിലായി? ഞാൻ 4th-ലും 8th-ലും. ഓക്കെ. നിങ്ങൾക്ക് ബാംഗ്ലൂർ ആണോ അതോ നാടാണോ ഇഷ്ടം? അങ്ങനെ പറഞ്ഞ നാട്ടില് വരാൻ കൂടുതൽ എന്താണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? ചൂടില് ബാംഗ്ലൂർ ഇഷ്ടം. അങ്ങനെ ഒരു ഡിപ്പെൻഡ് ഉണ്ട്.
ബാംഗ്ലൂർ ക്ലൈമറ്റ് എപ്പോഴും കുറച്ച് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങള് വെക്കേഷൻ ഒക്കെ വരുന്നു അമ്മയുടെ വീട് ട്രിവാൻഡ്രത്തും അച്ഛന്റെ വീട് കണ്ണൂരും ആണല്ലോ. നിങ്ങൾ ആദ്യം എങ്ങോട്ട് പോകും? അവരാണ് ഐഡിയ. ആണോ? നമ്മൾ ആ ടോപ്പിക്കിലില്ല. ഓ നിങ്ങൾ പിന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോപ്പിക് എന്താണ്? നിങ്ങൾക്ക് എവിടെ പോകണം അല്ലെങ്കിൽ എന്ത് കഴിക്കണം അതൊക്കെ നിങ്ങളുടെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്താൽ മാത്രം മതി. മതി, എവിടെയെങ്കിലും പോയാൽ മതി. ഈ ക്ഷണക്കുട്ടിയുടെ ചിരി കണ്ട ഭയങ്കര അയ്യോ നിർത്താൻ പറ്റുന്നില്ല. ആളുടെ ശരീരത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ചിരി വരണേന്ന് തോന്നില്ല. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ആരാണ് ഇവിടെ പൊട്ടിച്ചിരിക്കുന്നതെന്ന്. കൊള്ളാം, ഒന്നുകൂടെ ചിരിച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ചിങ്ങമാസം തകർത്തു പൊളിച്ചു. അപ്പൊ നെക്സ്റ്റ് റൗണ്ടില് അടുത്തൊരു ഗംഭീര പെർഫോമൻസ് ആയിട്ട് വരണം കേട്ടോ. താങ്ക് യു സോ മച്ച്. സൂപ്പർ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.